ഖാർഗെയും രാഹുൽ ഗാന്ധിയും പോലും തന്നോട് മാറാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ തന്നെ ചതിച്ചത് KC വേണുഗോപാലാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ പറഞ്ഞതായി ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. സത്യത്തിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി KSനെ ചതിച്ചതാണോ? KC വേണുഗോപാൽ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം KC വേണുഗോപാൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കേന്ദ്രത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഭാവി ഇല്ല എന്ന് KCക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഇവർ UPA സർക്കാർ അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും അപ്പോൾ സ്വാഭാവികമായും തനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ വകുപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു KC വേണുഗോപാൽ ഇരുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ NDA സർക്കാർ അധികാരത്തിൽ വരികയും അതിനുശേഷം കേന്ദ്രത്തിൽ വലിയ റോളൊന്നും ഇനി വഹിക്കാനില്ല എന്ന് മനസ്സിലായി. വെറുതെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ നിൽക്കാമെന്നതിനപ്പുറം വേറൊന്നും അവിടെ ചെയ്യാനില്ല. സ്വാഭാവികമായും അതുമാത്രമല്ല കോൺഗ്രസ് അവിടുത്തെ ദേശീയ അധ്യക്ഷ സ്ഥാനം കിട്ടിയിട്ടും കാര്യമില്ല. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ ഒന്നും ഒരു പ്രയോജനമില്ല. കാരണം ഇവർ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്വാഭാവികമായും കേരള മുഖ്യമന്ത്രി എന്നുള്ള കൊതിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശസ്തി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു സ്വപ്നമാണല്ലോ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. സ്വാഭാവികമായും കേന്ദ്രത്തിലൊരു മന്ത്രിസ്ഥാനം കിട്ടുന്നതിനേക്കാൾ വലുതാണ് കേരള മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ സ്ഥാനത്തിന് KC വേണുഗോപാൽ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ ഹൈക്കമാൻഡിൻ്റെ പിന്തുണ എന്തായാലും KC വേണുഗോപാലിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന് ആലപ്പുഴയിൽ സീറ്റ് കിട്ടുകയും അവിടെ മത്സരിച്ച് ജയിക്കുകയും ചെയ്യും. സ്വാഭാവികമായും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആദ്യം ചോദിക്കുന്നത് ആരെയാണ് മുഖ്യമന്ത്രി ആക്കേണ്ടതെന്ന് പറയുമ്പോൾ എന്നെ മതി എന്ന് പറഞ്ഞാൽ അത് പിന്നെ വേറൊന്നും ചോദിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സുധാകരൻ പോലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകാം, ഒരു മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരാന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഇപ്പോൾ സതീശനും ചെന്നിത്തലയുമാണ്. ചെന്നിത്തല ജനിച്ച അന്ന് മുതൽ മുഖ്യമന്ത്രി ആവുന്നത് സ്വപ്നം കണ്ട് നടക്കുകയാണ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുന്നത് പോലെ. അപ്പോൾ എന്നും ഇങ്ങനെ ആജീവനാന്ത ഭാവി മുഖ്യമന്ത്രി എന്ന രീതിയിൽ ചെന്നിത്തലയ്ക്ക് ഇനി ഇരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൻ സ്നേഹം പറഞ്ഞുകൊണ്ട് സണ്ണി ജോസഫിനെ പോലൊരു ദുർബലനായ ഒരാളെ KPCC പ്രസിഡന്റ് ആക്കുക വഴി അയാളിൽ നിന്നുള്ള ശല്യം ഉണ്ടാകില്ല. കാരണം ഒരു വർഷം കൊണ്ട് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മുഖ്യമന്ത്രി ആകാനുള്ള പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കുമെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഈ KC വേണുഗോപാലിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വളരെ എളുപ്പമാകും എന്നുള്ളതാണ് KC വേണുഗോപാൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇത്തരത്തിലുള്ള അടികൾ നടക്കുന്നതിനാൽ തന്നെ ഒരുപക്ഷെ ഇനി ചിലപ്പോൾ പിണറായി സർക്കാർ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കേരളത്തിൽ അധികാരത്തിലെത്തുക. അതിവർ മനസ്സിലാക്കുന്നില്ല. ഈ സമയത്ത് ഇവരെല്ലാം കൂടെ ഒത്തൊരുമയോടെ നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ സ്വാഭാവികമായും ഭരണം സ്വന്തമാക്കാൻ കഴിയും. പക്ഷേ ഇവരെ കൊണ്ട് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവർക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം. ആ രീതിയിലുള്ള ഒരു ചർച്ചകളിലേക്കാണ് പോകുന്നത്. ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരിനി അധികകാലം ഇതിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അവർ LDFനൊപ്പം പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുകയാണ്. BJP ഇത് ശരിക്കും മുതലെടുക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് LDF തന്നെ അധികാരത്തിൽ വരുന്നതാണ് BJPക്ക് താല്പര്യം. കാരണം അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് ത്രിപുരയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു തവണ കൂടി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ കമ്മ്യൂണിസം തന്നെ ഇവിടുന്ന് ഇല്ലാതാവും. കോൺഗ്രസ്സിലുള്ളവരെല്ലാം BJPയിലേക്ക് വരും വർഷങ്ങളിൽ. അതായത് അടുത്ത 2026 കഴിഞ്ഞ് 2031 തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയും. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ കഴിയും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളാണ് BJP കണക്ക് കൂട്ടുന്നത്. സ്വാഭാവികമായും BJPയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കണക്കുകൂട്ടലുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇവരെല്ലാം ഈ മാറ്റാൻ പറഞ്ഞു അല്ലെങ്കിൽ മാറ്റുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും അതിലെ പ്രധാനപ്പെട്ട ഘടകം KC വേണുഗോപാൽ തന്നെയാണ്. അല്ലാതെ മറ്റാർക്കും അതിൽ വലിയ റോളൊന്നുമില്ല. നമ്മളിപ്പോൾ സോണിയാഗാന്ധി പറഞ്ഞു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു കേരളത്തിന് ഇത് മതി എന്ന് പറഞ്ഞാൽ അത് KC വേണുഗോപാലിൻ്റെ വാക്കുകളാണ്, അല്ലാതെ സോണിയാഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളൊന്നും അല്ല. അവരുടെ ഒരു ശബ്ദമാണ് KC വേണുഗോപാൽ. അത്രയധികം സ്വാധീനം അയാൾ ഡൽഹിയിൽ ഈ സോണിയയുടെ അവിടെ വസതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിൻ്റെ തീരുമാനങ്ങളായിരിക്കും പ്രധാനമായും നടപ്പാക്കപ്പെടുക. അതുകൊണ്ട് KC വേണുഗോപാൽ ഇത്തരത്തിലൊരു ദുർബലനായ KPCC പ്രസിഡന്റ് ആക്കിക്കൊണ്ട് സുധാകരനെ ഒതുക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ആവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് പൊതുവേ പറയുന്നത് കുതികാൽ വെട്ടും ഈ എന്താ പറയുക ചതിയും അത് കോൺഗ്രസിന്റെ ഒരു മുഖമുദ്ര പോലെയാണ്. ഇവർ നന്നാവാത്തത് അതുകൊണ്ടെന്നാണ് പലരും പറയുന്നത്. ഈ സുധാകരൻ അത്യാവശ്യം കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ്. അടിപിടികളൊക്കെ പരസ്യമായി നടത്തുമെങ്കിൽ പോലും കഴിവുള്ള നേതാവ് തന്നെയാണ് സുധാകരൻ. ഒരു മുഖ്യമന്ത്രി സ്ഥാനം, കാരണം രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉള്ള ഒരാളാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ KCയെക്കാളും എന്തുകൊണ്ട് യോഗ്യൻ
കെ സുധാകരൻ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. VD സതീശൻ എന്ന ഒരു പ്രതിപക്ഷ നേതാവ് KC മണിയടിച്ച് നിൽക്കുന്ന, കാരണം KC മുഖ്യമന്ത്രി ആയാൽ ഏതെങ്കിലും ഒരു വകുപ്പ് സതീശന് കിട്ടണം, സതീശൻ ജയിച്ചു കഴിഞ്ഞാൽ. ചെന്നിത്തലയെ സംബന്ധിച്ച് ഇവരെ ഒന്നും വലിയ താല്പര്യം ചെന്നിത്തലയ്ക്കില്ല. ചെന്നിത്തലയ്ക്ക് ബിനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് ചെന്നിത്തലയുടെ കണ്ണ് മൊത്തം. അതുകൊണ്ടാണ് പെരുന്നേലെ പോപ്പിനെ ചെന്ന് കണ്ട് വീണ്ടും, കാരണം പോപ്പിനും കൂടി ഇതിൽ ചില ഈ ലീഗിന് പങ്കുള്ളതുപോലെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചില കാലുകൾ വലിച്ചിടാനും ചില കസേരകൾ ഉറപ്പിക്കാനും പെരുന്നേലെ പോപ്പിന് കഴിയുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വേറെ ആരെയും വിളിക്കാതെ രമേശ് ചെന്നിത്തലയെ ചെന്ന് വിളിച്ചത്. ചെന്നിത്തല അവിടെ തന്റെ മോഹമൊക്കെ അറിയിച്ചു, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സമാധാന സമീപനമൊക്കെ ചെന്നിത്തലയ്ക്ക് നൽകിയെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഈ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ പൊട്ടിമുളച്ച പോലെ KC വേണുഗോപാൽ ഈ ഇന്ത്യൻ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ കിടന്ന് കളി തുടങ്ങിയത്. ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയി, ഡൽഹിയിൽ പിന്നെ രാഹുൽ ഗാന്ധിയെ മണിയടിച്ച് രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട്. പക്ഷെ ശശി തരൂർ വിഷയം വന്നപ്പോൾ മാത്രമാണ് കോൺഗ്രസ് KCയെ ഇടപെടുത്താതെ KCയോട് 30 മിനിറ്റോളം KCയെ പുറത്തു നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക വാദ്രയും മാത്രമാണ് ശശി തരൂരിനോട് സംസാരിച്ചതെന്നാണ് പറയുന്നത്. കാരണം ശശി തരൂരിനെ കൂടി എങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ, ശശി തരൂരിനെ കൂടി എങ്ങനെയെങ്കിലും പാർട്ടിക്ക് വേണ്ടാത്തവനാക്കി മാറ്റി നിർത്തിയാൽ തന്റെ വഴി എളുപ്പമായി. കാരണം പിന്നെ വേറെ ആരും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കിടന്ന് ബഹളം വയ്ക്കാനില്ല. ഇപ്പൊ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ ഉയർന്നു വരുന്ന പേരുകൾ K സുധാകരൻ, ശശി തരൂർ, അങ്ങനെ ചില പേരുകളായിരിക്കും. ഇതിന്റെ ഇടയിൽ നമ്മൾ വിട്ടുപോയ മറ്റൊരാളാണ് K മുരളീധരൻ. KPCC അധ്യക്ഷനായിരുന്നപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ കുറെ കഴിവുകളുമുണ്ട്. ചില കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയുമെങ്കിലും പത്മജ പറഞ്ഞത് എന്റെ ആങ്ങളെ പ്രസിഡന്റ് ആക്കണമായിരുന്നു, അദ്ദേഹം നല്ല കഴിവുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർക്ക് കമന്റ് വന്ന്, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ കാര്യം മാത്രം നോക്കിയാൽ ഇതിനകത്ത് കയറി ഇടപെടേണ്ടത് അല്ല. ശരിയാണ്, അദ്ദേഹം KPCC അധ്യക്ഷനെടുത്ത സമയത്തൊക്കെ നല്ല രീതിയിൽ ഏറ്റവും മികച്ച KPCC പ്രസിഡന്റ് ആയിരുന്നു K മുരളീധരൻ. അദ്ദേഹത്തെയൊക്കെ ഒതുക്കി കളഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു K സുധാകരനും ശശി തരൂരും കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യൻ K മുരളീധരൻ തന്നെയാണ്. അതിൽ ഇനി ഒരു സംശയം വേണ്ട. കാരണം കൃത്യം ഒന്ന് K കരുണാകരന്റെ മകൻ എന്ന രീതിയിലുള്ള ഒരിത്, മറ്റത് അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ട്. അത് വിളിച്ചു പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആളും കൂടിയാണ് K മുരളീധരൻ. പിന്നെ അത്യാവശ്യം സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് ഇതിൽ നിന്ന് അക്കലും മുക്കലും ഒക്കെ വളരെ കുറവുമായിരിക്കും ഈ മുൻകാലത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ കുറച്ചു പേരുണ്ട്. ഏറ്റവും ഉത്തമൻ ശശി തരൂറാണ്. അതിന് പിന്നാലെ K സുധാകരനും K മുരളീധരനും ഒക്കെ അവിടെ സാധ്യതകളുണ്ട്. പക്ഷെ ഇതൊക്കെ വെട്ടിവീഴ്ത്തുന്നത് KC വേണുഗോപാലാണ്. ഈ KC വന്നാൽ കേരളത്തിൽ എന്ത് മറിയുമെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും കണ്ടറിയാം.